12ാം ക്ലാസ് ഫിസിക്സ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഭാഗം 2 ആൻഡ് ഫീൽഡ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അവസാനമായി പഠിച്ചു നിർത്തിയത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ പറ്റിയാണ്. കൂളോംസ് ലോ നമ്മൾ പഠിക്കുകയുണ്ടായി. അവിടെ നമ്മൾ എഫ് എയറിൻ്റെ ഫോമുല പഠിച്ചു. അവസാനം എന്താ ഫോമുല? 1/4πε0 Q1 Q2 r². ഈ ഒരു ഫോമുല നമുക്ക് അവസാനം ഡെറൈവ് ചെയ്ത് കിട്ടുകയുണ്ടായി. ചാർജസിനെ പറ്റിയൊക്കെ പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ഒരു ഫോമുലയിൽ ε0യുടെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻⁻12 കൂളോംബ് സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ. ഏതിൻ്റെ? ε0യുടെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 1/4πε0ക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള വാല്യൂ കിട്ടും നിങ്ങൾക്ക്. 9 × 10⁻9 ആണ് അതിൻ്റെ വാല്യൂ. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഈ ഫോഴ്സുമായിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒന്നിലധികം ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അത് പറയുന്ന ഒരു നിയമമാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ഇഫ് ദർ ആർ എ നമ്പർ ഓഫ് ചാർജസ് Q1, Q2 etc. up to Qn around a charge Q, then according to superposition principle, the total force acting on Q is the vector sum of forces on Q due to individual charges. അതായത് ഒരു പോയിന്റിൽ Q എന്ന ചാർജ് ഇരിപ്പുണ്ട്, അതിന് ചുറ്റും Q1, Q2 മുതൽ Qn വരെയുള്ള ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അവ തമ്മിലുള്ള എല്ലാ ബലങ്ങളുടെയും ആകെ തുകയായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി അത് നിങ്ങൾക്ക് വിശദമാക്കി തരാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു നിയമമാണ് ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഞാൻ Q എന്നൊരു ചാർജ് ഇരിപ്പുണ്ട്, കണ്ടോ? ഈ Q എന്ന ചാർജിന് ചുറ്റും ഇവിടെ Q1 ചാർജ് ഇരിപ്പുണ്ട്, ഈ സൈഡിൽ Q2 ചാർജ് ഇരിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും Qയും Q1 കാരണം അവിടെ ഒരു ബലം ഉണ്ടാകും, Qയും Q2 കാരണം അവിടെ ഒരു ബലം ഉണ്ടാകും. ഇതിനുള്ള ഡിസ്റ്റൻസ് R2 എന്നും Qനും Q1നും ഇടയിലുള്ള ഡിസ്റ്റൻസ് R1 എന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫോഴ്സ് ഞാൻ F1 എന്ന് എടുക്കുകയാണ്, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഞാൻ F2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് F1 + F2. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താ F1 എന്ന് പറയുന്നത്? ഫോമുല പറഞ്ഞേ. 1/4πε0 പ്രോഡക്റ്റ് ഓഫ് ചാർജസ് Q × Q1 Q1 ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ, ദാറ്റ് ഈസ് R1². F2 എന്താ? 1/4πε0 പ്രോഡക്റ്റ് ഓഫ് ചാർജസ്, ദാറ്റ് ഈസ് Q × Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ, ദാറ്റ് ഈസ് R2². അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F = എന്തായിരിക്കും? F1 + F2. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താ അതിൻ്റെ ഉപയോഗം? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് ഡ്യൂ ടു മോർ ദാൻ 2 ചാർജസ്. ഒന്നിലധികം ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പറയുന്ന സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഈ പാഠഭാഗം ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇറ്റ്സ് സ്പേസ് അറൗണ്ട് ആൻ ഇലക്ട്രിക് ചാർജ്. ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റുമുള്ള സ്പേസ്. ഇതാണ് ഒരു ഇലക്ട്രിക് ചാർജ് എങ്കിൽ ഇതിന് ചുറ്റുമുള്ള സ്പേസ്. അവിടെ എന്താ ഇത്ര പ്രത്യേകത? വേറെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്. വേറൊരു ചാർജ് അവിടെ വയ്ക്കുകയാണെങ്കിൽ അതിന് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കണ്ടോ, ഇവിടെ എൻ്റെ ഒരു ചാർജ് ഉണ്ട്, ഈ ചാർജ് ചുറ്റും അതിൻ്റേതായൊരു ഫീൽഡ് ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു പുതിയൊരു കഥാപാത്രം ഇവിടെ വരികയാണ്, ഒരു അതിഥി വരികയാണ്. തീർച്ചയായും അവന് ഈ ഒരു ചാർജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ അതിന് എക്സ്പീരിയൻസ് ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജ്. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആക്ച്വലി തിയററ്റിക്കലി ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സർട്ടൺ ഡിസ്റ്റൻസസ്. കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ പ്രാക്ടിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം പറയുകയാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്.
ഇനി അങ്ങോട്ടുള്ള ടോപ്പിക് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിങ്ങളുടെ അങ്ങോട്ടുള്ള പഠനഭാഗങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ടോപ്പിക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ കാര്യം. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്? ഇത്രയേ ഉള്ളൂ. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് സ്വന്തമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്? ഇ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും അതൊരു ഫോഴ്സ് തന്നെയാണ്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആരാ? യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം കേട്ടോ എത്ര ഉണ്ടെന്ന്. ഇവിടെ ഞാൻ 2 പോയിൻ്റ് കൺസിഡർ ചെയ്യണം. അവിടെ 2 ചാർജസ് ഉണ്ട്. ഇവിടെ ഞാൻ പി എന്ന പോയിൻ്റ് പേര് പി കൊടുത്തു. ഇവിടെ ക്യൂ എന്നൊരു ചാർജ് എടുക്കുകയാണ്. ഇവിടെയാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഡിസ്റ്റൻസ് ഞാൻ r ആയിട്ട് എടുത്തു. സോ ലെറ്റ് എ സ്മോൾ ടെസ്റ്റ് ചാർജ് ഡെൽറ്റ ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് പി. ഞാനൊരു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഒരു സ്മോൾ ചാർജ് ഈ പിയിൽ വെച്ചു. തീർച്ചയായിട്ടും നോക്കി, ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. ഇവിടെ ഒരു സ്മോൾ ടെസ്റ്റ് ചാർജാണ്. ആർക്കായിരിക്കും കൂടുതൽ ബലം അനുഭവപ്പെടുക? ഇത് ആനയാണ്, ഇത് ഉറുമ്പാണ്. ഉറുമ്പ് ആന വന്ന് തള്ളിയാൽ ഉറുമ്പിനായിരിക്കും ബലം അനുഭവപ്പെടുക. ആനയ്ക്ക് ഒന്നും തോന്നത്തില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യം എഴുതുകയാണ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ആരാ? ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജാണ് ഏത്? ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു, ഫോർമുല പറയാമല്ലോ, 1/4πε0 പ്രോഡക്റ്റ് ഓഫ് ചാർജസ്. ഇവിടെ ക്യൂ, ഇവിടെ ഡെൽറ്റ ക്യൂ. അപ്പോൾ എന്ത് പറയാം? ക്യൂ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് ഈസ് r സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്രകാരം നമ്മൾ എഴുതുന്നത് ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എഫ് ബൈ ഡെൽറ്റ ക്യൂ. അതായത് ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് എന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ ഡെൽറ്റ ക്യൂ യൂണിറ്റ് പോസിറ്റീവിനെ സംബന്ധിച്ച് ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഇക്വേഷനെ ഒന്ന് ഡെൽറ്റ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? ഡെൽറ്റ ക്യൂവും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും കിട്ടുക? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r സ്ക്വയർ എന്ന് കിട്ടും. കണ്ടോ? ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ r സ്ക്വയർ. ഇതാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. പിടികിട്ടിയോ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നു കാണും, എന്താ ഈ ടൈം ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0യോ? എന്തോ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 ഇംപ്ലൈസ് ദിസ് ഡെൽറ്റ ക്യൂ ഇസ് എ ടെസ്റ്റ് ചാർജ്, റൈറ്റ്? ഈ ഡെൽറ്റ ക്യൂ എന്നൊരു ടെസ്റ്റ് ചാർജ് ആണല്ലേ? എവിടെ വയ്ക്കുന്നത്? which is to be placed at the point where the field is to be determined. ഈ ഫോഴ്സ്, അതായത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അറിയുന്ന പോയിന്റിലാണ് ഞാൻ ടെസ്റ്റ് ചാർജ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0 എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദിസ് ടെസ്റ്റ് ചാർജ് മസ്റ്റ് ബി വെരി സ്മോൾ. അത്രയും ചെറുതായിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ചാർജ് അതിൻ്റേതായ ഇലക്ട്രിക് ഫീൽഡിലൂടെ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവിടെ ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്ക് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഈയുടെ 3 ഫോർമുലാസ് ഞാൻ പറയുകയാണ്. ഒന്ന് എങ്ങനെ എഴുതാം? ലിമിറ്റ് ഡെൽറ്റ ക്യൂ ടെൻസ് ടു 0, അത് നിങ്ങൾ മറന്നേക്കുക. ബാക്കി ആണ് നമുക്ക് ആവശ്യം എഫ് ബൈ ഡെൽറ്റ ക്യൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് കാണാതെ പഠിച്ച് വയ്ക്കാനായിട്ട് ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതാണ് കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് ഓർക്കാനായിട്ട്. 2, ഇ ഈസ് ഈക്വൽ ടു
1/4πε0 Q/r² എന്ന ഫോർമുല ഉണ്ട്. ഒരു ഫോർമുല നിങ്ങൾ പഠിക്കണം, E = പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ്, V/d. ഇങ്ങനെ 3 ഫോർമുലാസ് ഉണ്ട്. ഈ V/d നമ്മൾ അടുത്ത ചാപ്റ്റർ മുതൽ നമ്മളത് ഉപയോഗിക്കും. ഈ ഫോർമുല ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ 3 ഫോർമുല എന്ന് പറയുന്നത്. അടുത്ത ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. വാട്ട് ഈസ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന വാക്ക്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി പറയുന്നതെല്ലാം യൂണിറ്റ് പോസിറ്റീവ് ചാർജിനനുസരിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് എ പാത്ത് അലോങ് വിച്ച് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺ എന്ന് പറയുന്ന ചാർജിനെ നിങ്ങൾക്കറിയാം വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ, ഇതെല്ലാം ഒരു തിയറട്ടിക്കൽ കോൺസെപ്റ്റാണ്, മൂവ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന പാത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരു പോസിറ്റീവ് ചാർജ് ഇരിക്കുകയാണ്. ഓക്കെ, ഇത് കാണാം നിങ്ങൾക്ക്. കേട്ടോ, ഫസ്റ്റ് ഫിഗർ ഇതെന്താ ചാർജാ? ഒരു പോസിറ്റീവ്, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജാണ്. കണ്ടോ, ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കണ്ടോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. കാണാമോ നിങ്ങൾക്ക്? പുറത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവിടെ നിന്നും പുറത്തേക്ക്, പോസിറ്റീവ് പുറത്തേക്ക്, പോസിറ്റീവ് പുറത്തേക്ക്, പോസിറ്റീവ് പുറത്തേക്ക്, പോസിറ്റീവ് പുറത്തേക്ക്. ഇനി 2 നെഗറ്റീവ് ചാർജാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനകത്തേക്കായിരിക്കും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരിക. ഓക്കെ. 3 2 ചാർജസ് ഇരിക്കുകയാണ്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. ഈ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുക അല്ലേ. ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. കണ്ടോ, പോസിറ്റീവ് പുറത്തോട്ടും നെഗറ്റീവ് അകത്തോട്ടല്ലേ. പോസിറ്റീവിൽ നിന്ന് കാണാം നിങ്ങൾക്ക്, നെഗറ്റീവിലോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുന്നത്. കാണാമല്ലോ, കണ്ടോ, വീണ്ടും അടുത്തൊരു ചാർജ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. കാണാമല്ലോ. ഓക്കെ, അങ്ങനെ എത്രയുണ്ടോ അതിൻ്റെ കപ്പാസിറ്റി, അതിനനുസരിച്ച് ചാർജസ് മൂവ് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം 2 ഒരേ ചാർജസ് ആണെങ്കിലോ കണ്ടോ, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. സ്വാഭാവികമായിട്ടും പോസിറ്റീവ് പുറത്തോട്ട് തന്നെയാണ്, പക്ഷേ ഇവിടെയും പോസിറ്റീവ് അത് കാരണം ഒരു റിപ്പൽ ചെയ്യുന്നത് പോലെ ആയിരിക്കും അത് മൂവ് ചെയ്യുക. കാണാമല്ലോ, കണ്ടോ, ഇപ്പുറത്തെ ആണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യണം, റിപ്പൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഐഡിയ വെച്ച് ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് പറയാൻ പോവുകയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് അറ്റ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും തുടങ്ങുന്നത് പോസിറ്റീവിൽ നിന്നും തീരുന്നത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഫോർ ആൻ ഐസൊലേറ്റഡ് സിംഗിൾ ചാർജ്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, ഒരു സിംഗിൾ ചാർജായിട്ട് മാത്രം ഇരിക്കുകയാണ്, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഓർ എൻഡ് അറ്റ് ഇൻഫിനിറ്റി. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഹാവ് നോ ബ്രേക്ക് ഓർ ദേ ആർ കണ്ടിന്യൂസ്. ഒരു ചാർജ് ഫ്രീ റീജിയൻ ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എന്തുണ്ടാകത്തില്ല? ബ്രേക്ക് കാണത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? അത് കണ്ടിന്യൂസ് ആയിരിക്കും, അതായത് ചാർജ് ഒന്നുമില്ല, സുഖമായിട്ട് അതിനെ മൂവ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല, കൂട്ടിമുട്ടത്തില്ല. എന്തുകൊണ്ടായിരിക്കാം? ഇഫ് ദേ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ it would have 2 points and that is not possible. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ 2 പോയിന്റ്സ്, 2 ഡയറക്ഷൻസ് കാണും. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഒരു സമയത്ത് ഒരു ഡയറക്ഷനെ കാണാവൂ, 2 ഡയറക്ഷൻ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും കാണത്തില്ല. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. അടുത്ത പോയിന്റ്, ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. കണ്ടോ, ഇതുപോലെ പാരലൽ ആയിട്ടായിരിക്കും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ്,
number density of electric field lines at a given point gives the strength of electric field at that point. Number density of electric field line, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇഷ്ടം പോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇഷ്ടം പോലെ നമ്പേഴ്സ് ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടോ അത്രയും സ്ട്രെങ്ത് ഉണ്ട് ആ ഇലക്ട്രിക് ഫീൽഡിന് എന്നാണ് അർത്ഥം. അടുത്ത പോയിന്റ്, tangent drawn to the electric field line at a point give the direction of electric field at that point. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ടാൻജൻറ്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അറ്റ് എ പോയിന്റ്, കണ്ടോ ഇവിടെ നമ്മൾ എടുത്ത പോയിന്റിൽ ഇവിടുത്തെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വരയ്ക്കും നമ്മൾ ടാൻജൻറ്റ്. ദാറ്റ് ടാൻജൻറ്റ് വിൽ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ടാൻജൻറ്റ് നൽകുക. ലാസ്റ്റ് പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. കണ്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് തീരെയാണ്, അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തോട്ട് പോകുന്നില്ല. ഇവിടെ നിന്ന് തുടങ്ങി അവിടെ തീരും, അത്രേ ഉള്ളൂ. സോ ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ 6 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവിൽ എത്തും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. പിന്നെ ചാർജ് ഫ്രീ റീജിയൻ ആണെങ്കിൽ ദേ ഹാവ് നോ ബ്രേക്ക്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പാരലൽ ആയിരിക്കും. Number density will give you the strength, then tangent will give you the direction, then it won't form closed loop. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ക്ലോസ്ഡ് ലൂപ്പ് അത് ഉണ്ടാക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. സോ അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഞാനിപ്പം ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. Two equal and opposite charges separated by a small distance. കണ്ടോ 2 ചാർജസ് ഇരിപ്പുണ്ട്, ഒന്ന് പ്ലസ് ക്യൂ, 2 മൈനസ് ക്യൂ. ഈക്വൽ ചാർജസ് ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ചാർജസ് ആണ്, പക്ഷേ ഓപ്പോസിറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 ചാർജസിന് സ്മോൾ സെപ്പറേറ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 2a. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കുക. ഡൈപോളിനിടയിൽ നമ്മൾ എടുക്കുന്ന സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 അല്ല 2a. ഇക്വേഷൻസും ഡെറിവേഷൻസും എഴുതാൻ എളുപ്പത്തിനാണ് ആ ഒരു വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് വാട്ട് വി കോൾ as ഇലക്ട്രിക് ഡൈപോൾ. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്? വേറൊന്നുമില്ല, പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഒരു ചാർജസിനെ ലെങ്ത് ഓഫ് ദ ഡൈപോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ടൈമിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ P ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ചാർജസ്. ഞാൻ ക്യൂ എടുത്തു കേട്ടോ. ക്യൂ ഇൻറ്റു സെപ്പറേറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 2a. സോ P ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. അതിൻ്റെ കൂടെ ഒരു വാല്യൂ എഴുതിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലേ? എന്താ അത്? വേറൊന്നുമില്ല, നിങ്ങൾ വെക്ടേഴ്സ് എന്ന ചാപ്റ്റർ പഠിക്കും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ വർഷം. ഇവിടെ ഈ പി ഹാറ്റ് അല്ലെങ്കിൽ പി ക്യാപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് ഈ പി ഹാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പി ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല എന്താണ്? ക്യൂ ഇൻറ്റു 2a. ക്യൂ ഇൻറ്റു 2a. വെക്ടർ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a. അതിൻ്റെ കൂടെ എന്തുകൂടി എഴുതണം? ഒരു യൂണിറ്റ് വെക്ടർ കൂടി എഴുതണം. കാരണം ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എല്ലാ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റും ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. എവിടെ നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലോട്ട്. മനസ്സിലായോ? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് മാത്രമേ എന്ത് മൂവ് ചെയ്യത്തുള്ളൂ? ഡൈപോൾ മൊമെൻറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. മറ്റതുപോലെയല്ല, നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോലെയല്ല ഡൈപോളിൻ്റെ കേസിൽ. ഇലക്ട്രിക് ഡൈപോളിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. സോ നമ്മൾ ഇനി അടുത്ത് ഒരു ചെറിയൊരു ഡെറിവേഷൻ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ പാഠത്തിൽ ഡെറിവേഷനിലോട്ട് പോകുന്നത് അല്ലേ? സോ നമ്മൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ഡെറിവേഷനിലോട്ട് നമ്മൾ പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചോദ്യം ഇതാണ്: ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ. ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് വെച്ചിരിക്കുകയാണ്? ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരിക്കുകയാണ്. സോ ആ സമയത്ത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയായിരിക്കും നോക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ പഠിച്ച ഫോർമുലാസൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മളതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എന്താണ്? ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ഓർ എക്സ്പീരിയൻസ്ഡ് ഓൺ ഇലക്ട്രിക് ഡൈപോൾ. എവിടെ ഇലക്ട്രിക് ഡൈപോൾ വച്ചിരിക്കുന്നത്? പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നോക്കുക. ഞാൻ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുകയാണ്. കണ്ടോ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ലൈൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ രണ്ട് ഞാൻ ചാർജസ് വരയ്ക്കുകയാണ്. എന്തൊക്കെയാണ്? പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ്, എത്ര സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ്? 2a. ഓക്കെ, ഡൈപോളായി. ഈ ഡൈപോള്, ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. P = എത്രയായിരിക്കും? Q × 2a എന്ന് പറയുന്ന ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഇതിന് വെക്ടർ എഴുതാറുണ്ട്, യൂണിറ്റ് വെക്ടർ P cap. ആൻഡ് ദിസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, റൈറ്റ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളൊരു ഇക്വേഷൻ പഠിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. എന്ത് ഇക്വേഷനാണ്? E = ഞാൻ കുറച്ച് മുമ്പത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു, E = F/Q. ലിമിറ്റ് ഡെൽറ്റ Q ടെൻഡ്സ് ടു 0, F/Δ Q ഓർമ്മയുണ്ടല്ലോ, F/Q. ഇതിൽ നിന്ന് F = എന്തെന്ന് കിട്ടും? QE. F = QE. F = QE. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, E എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെയുണ്ട്. ഇവിടെ തീർച്ചയായും ബിക്കോസ് ഓഫ് ദ 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദിസ് ഡൈപോൾ, ഈ ഡൈപോളിലുള്ള 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കാരണം എ ടോർക്ക് ഈസ് എക്സ്പീരിയൻസ്ഡ്. അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? F = പോസിറ്റീവ് ചാർജ് അല്ലേ, സോ പ്ലസ് QE. ഇങ്ങോട്ടുണ്ടെന്ന ചാർജ് ഫോഴ്സ് എന്തായിരിക്കും? ഇങ്ങോട്ടുണ്ടെന്ന ഫോഴ്സ് F = ഇവിടുത്തെ മൈനസ് Q അല്ലേ, സോ മൈനസ് QE. ഓക്കെ, 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അവിടെ ഉണ്ടായി. സോ ഈ 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് കാരണം എ ടോർക്ക് ഈസ് എക്സ്പീരിയൻസ്ഡ്. ഒരു ടോർക്ക് ഉണ്ടാവും, റൊട്ടേറ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. സോ ദ ഡൈപോൾ വിൽ റൊട്ടേറ്റ് till it becomes parallel to the electric field. ഈ ഇലക്ട്രിക് ഫീൽഡ് പാരലൽ ആകുന്നത് വരെ ഈ ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോർക്ക് കണ്ടുപിടിക്കണം അല്ലേ? ഞാൻ സിമ്പിളായിട്ട് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ പോയിന്റിന് ഞാൻ ഇവിടെ A എന്ന് എടുത്തു, ഈ ഒരു പോയിന്റ് ഞാൻ B എന്ന് എടുത്തു. ഒരു ട്രയാങ്കിൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കണ്ടോ 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 കണ്ടോ, താഴോട്ട് ഇങ്ങനെ വരച്ചു. എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ പോയിന്റ് ഞാൻ C എന്ന് എടുത്തു. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ് കേട്ടോ. തീറ്റ എടുക്കുകയാണെങ്കിൽ ഇത് 2a അല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? നമുക്ക് സൈൻ തീറ്റ എന്ന് എടുത്ത് നോക്കാം. വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് BC ഡിവൈഡഡ് ബൈ എന്താ? ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2a. ഓക്കെ, സൈൻ തീറ്റ അറിയാമല്ലോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ BC എന്ത് കിട്ടും നിങ്ങൾക്ക്? BC = 2a സൈൻ തീറ്റ. BC നിങ്ങൾക്ക് കിട്ടി 2a സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എത്രയാടോ? 2a സൈൻ തീറ്റ. ഫിഗർ മനസ്സിലായല്ലോ. ഇനി ആ യൂണിറ്റ് വെക്ടർ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാം. എങ്ങോട്ടാ? നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട്. ഞാൻ ഡയറക്ഷൻ വരച്ചു. കണ്ടോ, ഇതാണ് യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ട് ഞാൻ എൻ്റെ ഡയറക്ഷനും വരച്ചു. അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ നിങ്ങളെ സഹായിക്കണം. വാട്ട് ഈസ് ടോർക്ക്? കഴിഞ്ഞ വർഷം പഠിച്ചു. ടോർക്ക് എഴുതാണ് ഞാൻ. ടോർക്കിൻ്റെ സിമ്പിൾ നിങ്ങൾക്കറിയാം, ടൗ അല്ലേ. ടൗ = ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ്. വാട്ട് ഈസ് ഫോഴ്സ്? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാ? തീർച്ചയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എനി ഫോഴ്സ് എടുക്കാം, QE. സോ QE ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏതാണ്? 2a സൈൻ തീറ്റ. ഇതല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ 2a സൈൻ തീറ്റ. ഓക്കെ, എവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ 2a × Q? ഇതാ ഇവിടെ നമ്മൾ പഠിച്ചു 2a × Q. എന്താ 2a × Q എന്ന് പറയുന്നത്? 2a × Q P അല്ലേ. സോ ടൗ = PE സൈൻ തീറ്റ. ഓക്കെ, ടോർക്കിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ടൗ = PE സൈൻ തീറ്റ. എളുപ്പമല്ലേ? വളരെ എളുപ്പമുള്ള ഇക്വേഷൻ അല്ലേ? വെക്ടർ ഫോമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ടൗ = AB സൈൻ തീറ്റ A × P എന്ന് എഴുതി അല്ലേ. സോ ടൗ = P × E എന്ന് നിങ്ങൾക്ക് വെക്ടർ ഫോമിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ,
സോ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ പി സൈൻ തീറ്റ. അപ്പോൾ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് എത്രയായിരിക്കും? മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് എന്ന് പറഞ്ഞാൽ തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് കിട്ടുക. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ ടൗ ഈസ് ഈക്വൽ ടു എത്ര? പി സൈൻ 90, ദാറ്റ് ഈസ് എത്ര കിട്ടും? പി. സോ പി ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക്. ഓക്കെ, ഇനി മൂന്ന് കാര്യം കൂടി ഞാൻ ഇതിനകത്ത് പറയുകയാണ്. വേറൊന്നുമില്ല, ഏത് ഓറിയൻറ്റേഷനിലാണ് ഈ ഡൈപോൾ വയ്ക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം കിട്ടുക, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കിട്ടുക. രണ്ട് കണ്ടീഷനാണ്. ഏതൊക്കെയാണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനും രണ്ട് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനും. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എത്രയായിരിക്കും? ടൗ ഈസ് ഈക്വൽ ടു പി സൈൻ 0, ദാറ്റ് ഈസ് 0. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയണമെങ്കിൽ അവിടെ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കണം. അവിടെ ടോർക്ക് എന്ന് പറയുന്നത് പി സൈൻ 180, സൈൻ 180 0, ദാറ്റ് ഈസ് 0. എന്ത് മനസ്സിലായി? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിലും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിലും അവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി, ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ എത്രയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് പറയാമോ? ടോട്ടൽ ചാർജ് ഓഫ് എ ഡൈപോൾ, ഒരു ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ -q, ഇവിടെ +q അല്ലേ? -q പ്ലസ് q എത്രയാ? 0. ടോട്ടൽ ഫോഴ്സ് എത്രയായിരിക്കും അങ്ങനെയാണെങ്കിൽ? ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ -QE, ഇവിടെ +QE. സോ QE മൈനസ് QE, ദാറ്റ് ഈസ് 0. കണ്ടോ? ഒരു ഡൈപോളിൻ്റെ ടോട്ടൽ ചാർജും ടോട്ടൽ ഫോഴ്സും എല്ലായ്പ്പോഴും 0 ആയിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഇത് വെച്ചുകൊണ്ട്, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദി ആക്സിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ആക്സിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഒന്നുകൂടി ഉണ്ട്. ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഈ രണ്ട് ഡെറിവേഷനാണ് പ്രധാനമായും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡൈപോൾ ഉണ്ട്, കാണാമോ? -q +q. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്ന ലൈനാണ് ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ചാർജ് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ആക്സിയൽ ലൈനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതേപോലെ രണ്ട് ചാർജസ് ഇരിപ്പുണ്ട്, -q +q. ഇടയിൽ സെപ്പറേറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ കണ്ടോ? അവിടെ നിന്ന് മുകളിലോട്ട്, എങ്ങോട്ട്? മുകളിലോട്ട്, കണ്ടോ? കറക്റ്റ് 90 ഡിഗ്രി മുകളിലോട്ട് ദാ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുകയാണ്. പേപ്പറിലല്ല, പേപ്പറിൽ നിന്ന് ഞാൻ 90 ഡിഗ്രി ഞാൻ എങ്ങോട്ട് പോവുകയാണ്? മുകളിലോട്ട് പോകുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിലെത്ത ഇക്വിറ്റോറിയൽ ലൈൻ. ഇതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കാമല്ലോ. എന്തൊക്കെ പഠിച്ചത്? ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെ നമ്മൾ ചാർജസ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, പിന്നെ കൂളോംസ് ലോ പഠിച്ചു. എന്താ ഫോർമുല? F = 1/4πε0 Q1 Q2/r². F എയറുള്ള ഫോർമുല. പ്രധാനമായിട്ടും അതിനുശേഷം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് പഠിച്ചു. E = 1/4πε0 Q/r² എന്ന പ്രധാനപ്പെട്ട ഫോർമുല പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പഠിച്ചു. ഏറ്റവും ഒടുവിൽ ഇലക്ട്രിക് ഡൈപോളും പിന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കും അതിൻ്റെ ഇക്വേഷൻസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഭംഗിയായി ഒരിക്കൽ കൂടി നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, റിവൈസ് ചെയ്യുക. നമുക്ക് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.